പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡയറ്റ് കൺട്രോളാണ് പ്രമേഹ രോഗ ചികിത്സയുടെ നെടും തൂണ് എന്ന് ഇന്ന് മിക്കവർക്കും അറിയാം. ഡയറ്റ് കൺട്രോൾ മറ്റ് പ്രമേഹം വരാതിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ ആരോഗ്യ സംരക്ഷണം ആഗ്രഹിക്കുന്നവർക്കും വളരെ പ്രധാനമാണ്. പക്ഷേ ഡയറ്റ് കൺട്രോൾ താളം തെറ്റുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിലേറ്റവും പ്രധാനം നമ്മൾ പുറത്തു നിന്ന് ആഹാരം കഴിക്കുമ്പോഴാണ്. നമ്മൾ പുറത്തു നിന്ന് ആഹാരം കഴിക്കുക ഇന്ന് വളരെ ഒരു ഫാഷനായിട്ട് തന്നെ മാറിയിരിക്കുകയാണ്. നമ്മൾ മിക്ക ആൾക്കാരും വൈകുന്നേരം ഇന്ന് പുറത്തു പോയി ആഹാരം കഴിക്കുന്നു. ഹോട്ടലുകളിലോ റെസ്റ്റോറൻറ്റുകളിലോ ഒക്കെ നമുക്ക് ബർത്ത്ഡേ പാർട്ടികൾ വരുന്നു, വെഡിങ് ആനിവേഴ്സറി വരുന്നു, മാര്യേജ് വരുന്നു, അല്ലെ സെൻഡ് ഓഫ് വരുന്നു. അങ്ങനെ പൊതു ഫങ്ഷൻസും ഇന്ന് വളരെ സാധാരണയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മുടെ ഡയറ്റ് കൺട്രോളിന് ചിലപ്പോൾ ചില മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ മനസ്സിനെ ചിലർക്ക് നിയന്ത്രിക്കുവാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യങ്ങളാണ് നമ്മളിവിടെ മുകളിൽ സൂചിപ്പിച്ചവയൊക്കെ. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് പ്രമേഹ രോഗമുള്ളവരും പ്രമേഹ രോഗം വരാതിരിക്കാൻ ആഗ്രഹിക്കുന്നവരും അതുപോലെ തന്നെ നമുക്ക് ആരോഗ്യ സംരക്ഷണം കാത്തു സൂക്ഷിക്കണം, അല്ലെ ആരോഗ്യത്തോടെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരും. അപ്പം എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാവുന്നത്? നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ഒരു സ്വാതന്ത്ര്യമുണ്ട്. അതായത് ആഹാര പദാർത്ഥങ്ങൾ സെലക്ട് ചെയ്യുന്നതിൽ നമ്മുടെ സ്വാതന്ത്ര്യം നമ്മൾ വിനിയോഗിക്കണം. നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ആ മെനുവിൽ മാറ്റം വരുത്തുവാൻ പറ്റുകയില്ല. പക്ഷേ അവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഹെൽത്തി ആയിട്ടുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുകയും അൺഹെൽത്തി ആയിട്ടുള്ളത് നമ്മൾ ഒന്നെങ്കിൽ കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഇനിയും കഴിക്കുകയാണെങ്കിൽ തന്നെയും അത് കുറഞ്ഞ അളവിൽ മാത്രം നമ്മൾ കഴിക്കണം. അപ്പോൾ ഏതൊക്കെ ആണ് ഇങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാവുന്നത് അല്ലെ മാറ്റി വയ്ക്കേണ്ടത് എന്നുള്ളതിനെപ്പറ്റി കൃത്യമായ ഒരു ഐഡിയ നമുക്കുണ്ടായിരിക്കണം. എങ്കിലേ നമുക്കതവിടെ പ്രാവർത്തികമാക്കാൻ സാധിക്കുകയുള്ളൂ. ഉദാഹരണമായിട്ട് ഒരിടത്ത് പൊറോട്ട വെച്ചിട്ടുണ്ട്, മറ്റൊരിടത്ത് ചപ്പാത്തിയും വെച്ചിട്ടുണ്ട്. അങ്ങനെയൊരു സന്ദർഭത്തിൽ നമ്മൾ പൊറോട്ട ഉപേക്ഷിച്ച് ചപ്പാത്തിയാണ് തിരഞ്ഞെടുക്കേണ്ടത്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പൊറോട്ട വളരെ അൺഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. അത് ഉണ്ടാക്കുന്നത് തന്നെ മൈദയിൽ നിന്നാണ്. അതൊരു റിഫൈൻഡ് ഫ്ലോറാണ്. ചേർക്കുന്ന ഓയിൽ അൺഹെൽത്തിയാണ്. അതിനകത്ത് പല രാസപദാർത്ഥങ്ങളും ചേർക്കുന്നുണ്ട്. ബെൻസൈൽ പെറോക്സൈഡ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ അലോക്സാൻ എന്നൊരു കെമിക്കൽ ചേർക്കുന്നുണ്ട്. അതിനകത്ത് കാലറി ധാരാളമുണ്ട്. അതിനകത്ത് പോഷകങ്ങളോ അല്ലെങ്കിൽ നാരുകളോ ഒട്ടും തന്നെ ഇല്ല. അപ്പോൾ അങ്ങനെ നിരവധി നെഗറ്റീവ് പോയിൻറ്റ്സാണ് പൊറോട്ടയ്ക്കുള്ളത്. അപ്പം നിങ്ങൾ പൊറോട്ട മാറ്റി വെച്ച് നിങ്ങൾ ചപ്പാത്തി കഴിക്കുക. അത് നമ്മൾ ഗോതമ്പിൽ നിന്നും ഉണ്ടാക്കുന്നതാണ്. അതിനകത്ത് കുറച്ച് തവിടുകളുണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ച് നാരുകളുണ്ട്, കുറച്ച് പോഷകങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രയോജനങ്ങളും ചപ്പാത്തി കഴിക്കുവാണെങ്കിൽ നമുക്ക് കിട്ടും. പിന്നെ അടുത്തത്, നമുക്ക് വൈറ്റ് ബ്രെഡും ബ്രൗൺ ബ്രെഡും ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ വൈറ്റ് ബ്രെഡ് ഉപേക്ഷിക്കുക. അതുപോലെ തന്നെ ബ്രൗൺ ബ്രെഡ് അതിന് പകരമായിട്ട് സ്വീകരിക്കുക. വൈറ്റ് ബ്രെഡ് ഉണ്ടാക്കുന്നത് മൈദ കൊണ്ടാണ്, അപ്പോൾ ബ്രൗൺ ബ്രെഡ് ഉണ്ടാക്കുന്നത് ഗോതമ്പ് കൊണ്ടാണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് തവിടുകളുണ്ട്, അപ്പോൾ കുറച്ച് പോഷകങ്ങളുമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വൈറ്റ് റൈസും അതുപോലെ തന്നെ ബ്രൗൺ റൈസും ഉണ്ടെങ്കിൽ നിങ്ങൾ വൈറ്റ് റൈസ് ഉപേക്ഷിക്കുകയും ബ്രൗൺ റൈസ് നമ്മൾ തിരഞ്ഞെടുക്കുകയും ചെയ്യുക. വെളുത്ത അരിയുടെ ചോറ് ഉപേക്ഷിക്കുക. അതുപോലെ തന്നെ തവിടുള്ള കുത്തിരിയുടെ ചോറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതേ കഴിക്കാവുള്ളൂ. കാര്യം തവിടിനകത്ത് ധാരാളം പോഷകങ്ങളുണ്ട്. അതിനകത്ത് നാരുകളുണ്ട്, വൈറ്റമിൻസ് ഉണ്ട്. ഏതാണ്ട് 23 പരം പോഷകങ്ങൾ തവിടിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ തവിട് നീക്കിയ അരിയുടെ ചോറ് കഴിക്കുമ്പോൾ നമുക്ക് ആ പോഷകങ്ങളെല്ലാം നഷ്ടപ്പെടും. അത് പ്രമേഹമുള്ളവരുടെ ബ്ലഡ് ഷുഗർ പെട്ടെന്ന് പൊങ്ങുവാൻ കാരണമാകും. പിന്നെ റെഡ് മീറ്റ് ഉണ്ടെങ്കിൽ ആ റെഡ് മീറ്റ് അവോയ്ഡ് ചെയ്യുക. പകരം നമുക്ക് ഒന്നെങ്കിൽ ചിക്കൻ കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഫിഷ് കഴിക്കാം. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഇതിലേക്ക് നമുക്ക് മാറാം. റെഡ് മീറ്റിൻ്റെ നെഗറ്റീവ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് സാച്ചുറേറ്റഡ് ഫാറ്റ് ധാരാളമുണ്ട് എന്നുള്ളതാണ് അതിനെ നമുക്കൊരു അൺഹെൽത്തി ഫുഡ് ആക്കുന്നത്. ചിക്കൻ ചിലപ്പം ഫ്രൈഡ് ആയിട്ടായിരിക്കാം, അതുപോലെ തന്നെ മത്സ്യങ്ങൾ ചിലപ്പം ഫ്രൈഡ് ഐറ്റംസ് ആയിരിക്കാം. അങ്ങനെയുള്ള ഫ്രൈഡ് ഐറ്റംസ് മാറ്റി നമ്മൾ കറികൾ ഉപയോഗിക്കുക. മീൻ കറി ഉപയോഗിക്കുക, അല്ലെങ്കിൽ ചിക്കൻ്റെ കറി ഉപയോഗിക്കുക. നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ എണ്ണയിലാണ് ഫ്രൈ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കൊഴുപ്പാണ്. അതിനകത്ത് സാച്ചുറേറ്റഡ് ഫാറ്റ് ധാരാളം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ വക ഭക്ഷണ സാധനങ്ങൾ നമ്മൾ മാറ്റിവെക്കുക. കറികൾ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക. പിന്നെ നമ്മൾ ഡെസേർട്ടിൻ്റെ അടുക്ക് ചെല്ലുവാണെങ്കിൽ അതിനകത്ത് ഷുഗർ ധാരാളമായിട്ടുണ്ട്. അതിനകത്ത് കാലറികൾ ധാരാളമായിട്ടുണ്ട്. അതിനകത്ത് നാരുകളില്ല, മറ്റു പോഷകങ്ങളൊന്നുമില്ല. അപ്പം ഡെസേർട്ട് കഴിക്കുവാണെങ്കിൽ നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാര റോക്കറ്റ് പൊങ്ങുന്ന പോലെ പൊങ്ങും. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ഡെസേർട്ടിന് പകരം
ഫ്രൂട്ട്സ് ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ ആ ഫ്രൂട്ട്സ് മധുരത്തിന് വേണ്ടി കഴിക്കുക. ഫ്രൂട്ട്സിനകത്ത് ഷുഗർ ഫ്രക്ടോസ് എന്ന ഷുഗറാണ്. സുക്രോസ് പോലെ അത്രയ്ക്ക് ഡേഞ്ചറസ് അല്ല. അതുതന്നെയല്ല, നമ്മൾ പഴങ്ങളിൽ ധാരാളം പോഷകങ്ങളുണ്ട്, അതുകൂടാതെ നാരുകളുണ്ട്. അപ്പം ഈ ഡെസേർട്ടിന് പകരം നമ്മൾ പഴങ്ങൾ കഴിക്കുക. ഇനി ഡെസേർട്ട് കഴിക്കണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ നിങ്ങൾ ആ ഡെസേർട്ട് നമ്മളെ കപ്പിനകത്തുണ്ടെങ്കിൽ അതിൻ്റെ പകുതി മാത്രമേ കഴിക്കാവുള്ളൂ, അല്ലെ പകുതി മാത്രമേ നിങ്ങൾ അവരുടെ നിന്ന് മേടിക്കാവുള്ളൂ. അങ്ങനെ അതിൻ്റെ അളവ് കുറയ്ക്കുകയാണെങ്കിലും നിങ്ങളുടെ ശരീരത്തിൽ എത്തുന്ന കാലറിയുടെ അളവ് നമുക്ക് കുറയ്ക്കുവാൻ തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ നിങ്ങൾ ഓരോ സന്ദർഭത്തിലും ആ സന്ദർഭത്തിനനുസരിച്ച് അൺഹെൽത്തി ഫുഡ് മാറ്റിവെക്കുകയോ അതിൻ്റെ അളവ് കുറയ്ക്കുകയോ ചെയ്ത് ഹെൽത്തി ഫുഡിലേക്ക് നിങ്ങൾക്ക് മാറാൻ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ ഡയബറ്റീസിനെ നിങ്ങൾക്ക് നല്ലപോലെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പ്രമേഹം വരാതിരിക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് അത് തീർച്ചയായിട്ടും സാധിക്കും. അതുപോലെ തന്നെ ആരോഗ്യ സംരക്ഷണത്തിനും ഏറ്റവും പ്രയോജനപ്പെട്ടതാണ് നമ്മൾ ഈ ഓൾട്ടർനേറ്റീവ് ഫുഡ് സെലക്ട് ചെയ്യുവാണെങ്കിൽ. അപ്പോൾ ഈ വക കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.